എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ടെക് സവാരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ഓവർഹെഡ് ട്രൈപോഡ് വളരെ ചുരുങ്ങിയ ചിലവിൽ, ഏറ്റവും കുറവ് ചിലവിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓവർഹെഡ് ട്രൈപോഡ് ഉപയോഗിച്ച് വീഡിയോസ് എടുത്ത് നമ്മൾ പല ചാനലുകളിലും കണ്ടിട്ടുണ്ടാകും. ഒത്തിരി കുക്കറി ചാനലുകൾ അല്ലെന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റിംഗ് വീഡിയോസ്, ഇതുപോലുള്ള ചാനലുകളിൽ നമ്മൾ കണ്ടിരിക്കുന്ന വീഡിയോസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അതിന് ഒരു ഓവർഹെഡ് ട്രൈപോഡിന് ഇൻ്റർനെറ്റിൽ അതിൻ്റെ വില 10-25,000 രൂപയാണ്. എല്ലാവർക്കും ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഓവർഹെഡ് ട്രൈപോഡ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ, പ്രശസ്തനായ വ്ളോഗർ ഇബാദ് റഹ്മാൻ ഒരു തവണ ചെയ്ത വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു ഓവർഹെഡ് ട്രൈപോഡ്. ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓവർഹെഡ് ട്രൈപോഡാണ്. നമുക്ക് എങ്ങനെയാണ് ഈ ഓവർഹെഡ് ട്രൈപോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിന്ന് ഓവർഹെഡ് ട്രൈപോഡിന് വേണ്ട കുറച്ച് സാധനങ്ങൾ നിങ്ങൾ കണ്ടു. ഇതിലെന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തരാം, അതറിയാൻ മേലാത്തവർക്ക്. ഇത് രണ്ടും ലൈറ്റ് സ്റ്റാൻഡാണ്, നമ്മുടെ നോർമൽ ലൈറ്റ് സ്റ്റാൻഡാണ്. ഇതിന് അറൗണ്ട് ഒരു 2,000 രൂപ 3,000 രൂപയിലേക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള കുറഞ്ഞ ടൈപ്പ് മതിയെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ടൈപ്പ്, നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്കിത് വാങ്ങാം. ഈ ലൈറ്റ് സ്റ്റാൻഡ് തന്നെയാണ് നമ്മൾ ഈ സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, രണ്ട് സൈഡിൽ ഇത് ഇങ്ങനെ ഹാങ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. ഈ കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണിത്. അപ്പോൾ ഈ റോഡ് നമുക്ക് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണിത്. ഈ റോഡും ഈ ലൈറ്റ് സ്റ്റാൻഡും ഉപയോഗിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളതെന്ന് ഞാൻ കാണിക്കാം. ഈ റോഡും നമ്മൾ ഈ സ്റ്റുഡിയോ എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നിടത്ത് നമുക്കിത് കിട്ടും. ഇതിനൊപ്പം തന്നെ പ്ലേസ് ചെയ്ത് ഇതൊരു പാക്കേജായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ പോകുന്ന ഷോപ്പുകളിൽ നമുക്ക് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിൽ നമുക്കിത് 2 റോഡിൻ്റെ ആവശ്യമേ നമുക്ക് വരുള്ളൂ. 3 റോഡിൻ്റെ ആവശ്യം നമുക്ക് വരാറില്ല. കാരണം ഒരു ഓവർഹെഡ് വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് 2 റോഡിൻ്റെ ആവശ്യമുള്ളൂ. ഈ 2 റോഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഇതൊരു കണക്ടറാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറയുടെ ഹെഡ് അല്ലാതുണ്ടെങ്കിൽ ക്യാമറ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഈ ഒരു പോയിന്റിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ 2 എൻഡിലും നമുക്ക് ഏത് ടൈപ്പിൽ, ഇപ്പം ക്യാമറയുടെ ഹെഡാണ് കണക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാനുള്ളതും, ഡയറക്റ്റ് ക്യാമറയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. ക്യാമറയുടെ ഹെഡ് കണക്ട് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം, അതായത് ഈ ഒരു ടൂളാണ്. ഈ ഒരു ടൂള് നോർമലി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിത് ഒത്തിരി അന്വേഷിച്ചായിരുന്നു, പക്ഷേ നോർമലി സെർച്ച് ചെയ്തിട്ട് എനിക്കിത് കിട്ടിയിട്ടില്ല. നോർമലി സെർച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നമുക്ക് ഈ ഒരു കണക്ടർ കണക്ട് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് നമുക്കിങ്ങനെ ലൂസ് ചെയ്തിട്ട് നമ്മുടെ ക്യാമറയുടെ ഹെഡ് അല്ലെന്നുണ്ടെങ്കിൽ ക്യാമറ ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്യാമറയുടെ ഈ റോഡിൽ, ഈ റോഡ് കണക്ട് ചെയ്തത് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഈ രണ്ട് ലൈറ്റ് സ്റ്റാൻഡ്, ഈ ഒരു 2 റോഡ്, ഈ ഒരു കണക്ടർ വാങ്ങണം നിങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു ഇത് എറണാകുളം നോർത്തിൽ കനോണിൻ്റെ ഷോപ്പിൽ ചെന്നിട്ട് അല്ലെങ്കിൽ നിക്കോളിൻ്റെ ഷോപ്പിൽ ചെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. ഇത് കമ്പനി ആയിട്ടുള്ളൊരു സാധനമല്ല ഇത്. കാരണം ഇത് ഹിന്ദിക്കാർ ക്രിയേറ്റ് ചെയ്ത് അയച്ചതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഹിന്ദിക്കാരാണ് കൂടുതലായിട്ടും ഈ വ്ളോഗിങ് ചാനലുകളൊക്കെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം അവർ ഇങ്ങനൊരു പ്രോഡക്റ്റ് ഇൻവെൻറ്റ് ചെയ്ത് അവിടെ വിട്ടത്. ഇതൊരു സാധാരണ സാധനം, ഒരു ബ്രാൻഡഡ് എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. ഈ ഒരു കാര്യം എടുത്ത് പറയണം ഇങ്ങനെയാണെന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവരോട് പറയുക. കനോണിൻ്റെ നോർത്തിലുള്ള കനോണിൻ്റെ അല്ലെങ്കിൽ നിക്കോണിൻ്റെ ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും. മറ്റൊത്തിരി ഷോപ്പുകളിൽ ഞാൻ അന്വേഷിച്ചിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്കിനി ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പരിചയപ്പെട്ട സാധനങ്ങളിൽ ആ 2 ലൈറ്റ് സ്റ്റാൻഡില്ലേ, ആ 2 ലൈറ്റ് സ്റ്റാൻഡ് നമ്മൾ ഇതുപോലൊരു ടേബിളിൻ്റെ 2 അറ്റത്തും നമ്മൾ വെക്കണം. 2 അറ്റത്ത് നമ്മൾ വെച്ചതിന് ശേഷം ഈ ഒരു ടേബിളിലായിരിക്കും നമ്മുടെ ക്രാഫ്റ്റിംഗ് വീഡിയോസ് ചെയ്യുന്നത്. ഇവിടെ ഇരുന്നോ അല്ലെങ്കിൽ നമുക്ക് നിന്നുകൊണ്ടോ വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട ഈ 2 അറ്റത്ത് ഈ ലൈറ്റ് സ്റ്റാൻഡ് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 2 റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണക്ട് ചെയ്യണം. അതിൽ
ഈ 2 റോഡുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ലെങ്ത് പ്രകാരം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒരു സ്ക്രൂ ഉണ്ടാകും. ആ സ്ക്രൂവിലേക്കാണ് നമ്മളിത് കണക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചപ്പോൾ സാധാരണ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ കാണുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ സാധാരണ നമ്മൾ സ്റ്റുഡിയോയിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഇതുപോലൊരു റോഡാണ് അവരവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പൈപ്പും കൂടെ അതിൽ കണക്ട് ചെയ്യുമ്പോൾ അത്രയും ലെങ്തോടെ കിട്ടും. അതിലേക്ക് അവരൊരു വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ക്ലോത്ത് ഇട്ടിട്ടാണ് നമ്മളുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് പലരും കണ്ടിട്ടുണ്ടാവാം. എന്നാൽ അതേ സെയിം ആ ഒരു പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ്. ഇനി ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കണക്ടർ, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന ഈ കണക്ടർ നമ്മൾ ഈ റോഡിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ലൂസ് ചെയ്തതിന് ശേഷം നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ കണക്ടറാണിത്. ഈ കണക്ടറിൻ്റെ ചുവട്ടിൽ ഇതുപോലെ 2 ഇതുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഹെഡർ നമ്മളിതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഈ ഒരു കണക്ടർ നമ്മൾ ഇതിൽ ഇപ്പോൾ കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറ ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്യാമറ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന റോഡ് ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അത് നമ്മളിത് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാം അവിടെ ഒരു സ്പേസ് ഉണ്ടാകുന്നത്. നമുക്കിത് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് ആ റോഡ് കയറ്റി വെക്കാവുന്നതാണ്. ഈ ഒരു ഗ്യാപ്പിലേക്കാണ് നമ്മൾ ആ റോഡ് കയറ്റി വെക്കുക. ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ റോഡ് വെച്ചതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് നോക്കാം. ഈ കാണുന്നത് നമ്മുടെ ക്യാമറയുടെ ഹെഡ് നമുക്ക് എങ്ങനെ അതിലേക്ക് കണക്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇതിപ്പോൾ ക്യാമറയുടെ ഹെഡാണിത്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിരുന്ന ആ പോയിന്റിലേക്ക് നമ്മൾ ഈ ക്യാമറയുടെ ഈ ഒരു ഭാഗമാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാമറയുടെ ഈ ഹെഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ക്യാമറ ഇവിടെ പ്ലേസ് ചെയ്യാം. ഈ ഹെഡ് നമ്മൾ മുമ്പ് കണ്ട കണക്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അത് എങ്ങനെയാണെന്ന് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ക്യാമറയുടെ ഹെഡ് കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെയാണ് നമ്മൾ ക്യാമറ കണക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഇനി ക്യാമറ എങ്ങനെ വെക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായി ഇവിടെ നമ്മൾ ക്യാമറ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറയുടെ ലെൻസ് ഇവിടെ താഴേക്ക് നിൽക്കും. നമുക്കിനി അതും കൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് കണ്ടത് എങ്ങനെ നമുക്കൊരു ഓവർഹെഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഓവർഹെഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ഓവർഹെഡ് ട്രൈപോഡ് എങ്ങനെ നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് റെഡിയാക്കാമെന്നുള്ളതാണ് നമ്മളിന്ന് കണ്ടത്. വ്യത്യസ്തമായ ടെക്നോളജി വിശേഷങ്ങൾക്കും ഇതുപോലുള്ള ടെക്നോളജി അപ്ഡേറ്റ്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ടെക്നോളജി വിശേഷവുമായി നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ. സുബിൻ.